ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സ്കൂളിൽ നിന്ന് സ്കൂൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും ടൂർ പോകുമ്പോൾ പേരൻസിനെയും കൂടി കൂട്ടാറുണ്ട്. കുട്ടികൾ വളരെ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് പേരൻസിനെയും കൂടി അവർ കൂട്ടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പേർക്കും പോകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് പേരൻസ് ഇപ്രാവശ്യം അധികം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 ബസ്സിൽ ഒരു ബസ്സും ഒരു ട്രാവലറും അങ്ങനെയായിരുന്നു നമ്മളെ യാത്ര. അപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് രക്ഷിതാക്കൾ ട്രാവലറിലുമായിട്ടായിരുന്നു യാത്ര. ഇപ്രാവശ്യം കുറച്ച് നിയമമൊക്കെ സ്ട്രിക്റ്റ് ആണല്ലോ, എല്ലാ കുട്ടികൾക്കും സീറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇരുന്നിട്ട് കംഫർട്ടായിട്ടായിരുന്നു യാത്ര തുടങ്ങിയത്. കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ് നമ്മളിപ്രാവശ്യം പോയത്. അവർക്ക് പഠനത്തിൻ്റെ സ്ട്രെസ്സൊക്കെ കുറക്കാൻ കുറച്ച് ചില്ലാവാൻ വേണ്ടിയിട്ടാണ് ആക്റ്റീവ് പ്ലാനറ്റ് ചൂസ് ചെയ്തത്. ഇപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല, വളരെ കുറവല്ലേ. അപ്പോൾ അവരുടെ സിലബസിൻ്റെ കുഴപ്പമാണ്, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ 7 മണിക്ക് പുറപ്പെട്ട് ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു. വരുമ്പം തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മളിങ്ങനെ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. നമ്മളായിരുന്നു ഫസ്റ്റ് ടൈം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു വരുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് വേണം നമ്മുടെ ഇവിടെ എത്താൻ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മേലെയും താഴെയൊക്കെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആക്റ്റീവ് പ്ലാനറ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മളെ ട്രാവലർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബസ്സിനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ താഴെ ഭക്ഷണം കഴിക്കാനുള്ള പന്തലാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സും കൂടി വന്നിട്ട് നമുക്ക് കഴിക്കാൻ പോകണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി അവരോട് ചോദിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ആൾക്കാരൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് വന്ന്. അപ്പോൾ വരുമ്പോൾ എന്താ പറയുക, ആരുമില്ലല്ലോ, അതുകൊണ്ട് നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. നല്ല എന്താ പറയുക, ക്ലീനായിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. പിന്നെ ഒരുപാട് കുട്ടികൾ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികളും വന്നിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയറും ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ബാഗൊക്കെ അവിടെ വെക്കാൻ സ്ഥലമുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ഇതിലായിരുന്നു കയറിയത്. ഈ തകട എന്ന് പറയുന്ന റൈഡിൽ ഒരു തകട തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, രക്ഷിതാക്കൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കറക്റ്റ് നമ്മളെ മറിച്ച് കളയും കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള JCB ആണിത്. അപ്പോൾ നമ്മുടെ ആൺകുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു JCB ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എല്ലാ കുട്ടികളും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഒരുപാട് സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. അവർ ഒരേ സമയം തന്നെ ഒരുപാട് സ്കൂളിന് എൻട്രൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഒച്ചപ്പാടൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കും നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ അവിടെ എത്തുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പാസ്സൊക്കെ കിട്ടി പെട്ടെന്ന് കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ JCBക്ക് പോരാനുള്ള മണ്ണും അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ കുറേ JCBകളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. മറ്റുള്ള പാർക്കിലൊന്നും കാണാത്തൊരു മാറ്റമായിട്ട് നമുക്ക് തോന്നി കേട്ടോ. ഒരു എക്സ്ട്രാ റൈഡ് പോലെ നമുക്കൊരു തോന്നി. കുട്ടികൾക്കൊരു പുതിയൊരു ആക്ടിവിറ്റി പരിചയപ്പെടാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ കോരി കേട്ടോ. പിന്നെ ഒരുപാട് റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇഷ്ടമുള്ള പോലെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള കുറേ റൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ക്ലീനാണ്, അതാണ് ഇവിടുത്തെ ഒരു എടുത്ത് പറയേണ്ട കാര്യം. നല്ല ക്ലീനായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെ കളിക്കാൻ വിടാം. അങ്ങനെ മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല. 1 മണിക്കായിരുന്നു നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 മണിയാകുമ്പോൾ നമ്മൾ പഴയ പന്തലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല,
എന്നാലും നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പൂളിലേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ 2 മണിക്കായിരുന്നു നമുക്ക് പൂളിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടറിൽ കളിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള റൈഡിലും സ്ലൈഡിലും അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ ഒരുപാട് സ്ലൈഡൊക്കെ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ ഒരു 3-4 ഉള്ളത്. പക്ഷേങ്കിൽ ചെറുതാണ്, വലിയ റൈഡൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പിന്നെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് എല്ലാവരും തളർന്ന് വിശന്ന് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി കേട്ടോ. ചായക്കൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. ഫുഡിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ 100 രൂപ നമ്മൾ എക്സ്ട്രാ ചോറിന് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ചായക്ക് കൂടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചായ കിട്ടുക. എല്ലാ സ്കൂളിലും ചായയൊക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കവിടുന്ന് ചായയും പിന്നെ ചപ്പാത്തി അതേപോലെ പൊറോട്ടയും വെജ് കറിയായിരുന്നു നമുക്ക് ചായക്ക് സ്നാക്കായിട്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കളിച്ച് തളർന്ന ആ വിശപ്പൊക്കെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ അങ്ങ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇങ്ങനെയുള്ള റൈഡിൽ വീണ്ടും നമ്മൾ കയറി. ഒരുപാട് റൈഡും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് ഓരോന്നിലും കയറിയാൽ നമുക്ക് എല്ലാറ്റിലും കയറാൻ പറ്റും. പിന്നെ കുറേ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഇങ്ങനെ പരാതി പറയുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റായിട്ട് കുറേ കുട്ടികളങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരുപാട് സ്കൂളിന് എൻട്രൻസ് കൊടുത്താൽ എന്താ പറയുക, കുട്ടികൾ അധികം ആവില്ല. അപ്പോൾ എല്ലാ റൈഡിലും എല്ലാ കുട്ടികൾക്കും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വന്നതിന് ശേഷം വന്ന കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 7:45 വരെയാണ് അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾ അതിലൊക്കെ കയറിയിട്ട് ആസ്വദിക്കുന്നുണ്ട്. നമ്മളവിടെ ഇരുന്ന് കുറേ ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നടന്ന് കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. എല്ലാം അങ്ങും ഇങ്ങും ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാറ്റിൻ്റെയും അടുത്തെത്തുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തടുത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാം. പക്ഷേ കുറച്ച് ലോങ് ആയതുകൊണ്ട് എന്താ പറയുക, അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഒരുപാട് ഏക്കറിൽ പരന്ന് കിടക്കുന്നൊരു പാർക്കാണിത്. കുട്ടികളാണെങ്കിൽ വരുന്നുമില്ല കേട്ടോ. അവർക്ക് എല്ലാറ്റിലും കയറണം. പിന്നെ ഇവിടെ അങ്ങനെ ചൂടങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. വലിയൊരു ഫാനുണ്ട്. അപ്പോൾ ഈ കാറ്റാടി യന്ത്രം പോലത്തെ വലിയ ഫാനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പകൽ സമയത്തും രാത്രി സമയത്തൊക്കെ. അതുകൊണ്ട് നമുക്ക് ചൂടങ്ങനെ അനുഭവപ്പെടുന്നേ ഇല്ല കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥ തന്നെയായിരുന്നു. രാത്രിയൊക്കെയാണ് നമ്മൾ സിപ്പ് ലൈനൊക്കെ കയറിയത് കേട്ടോ. കാരണം പകലൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. ഒരുപാട് റൈഡും പിന്നെ ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ആഫ്രിക്കൻസിൻ്റെ ഷോയൊക്കെ താഴെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു വന്നു, അത്രയേ ഉള്ളൂ. അതേപോലെ മാജിക് ഷോ ഉണ്ട്. കുട്ടികൾക്ക് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മളെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7:45 നമുക്കൊരു DJ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലെ. അങ്ങനെ ആ DJയും കൂടി കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കും. അപ്പോൾ DJ ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അത് കുട്ടികളെല്ലാം നല്ല രീതിയിൽ ഡാൻസ് ചെയ്തു. ഡാൻസ് കളിക്കാത്ത കുട്ടികൾ പോലും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായക്ക് സ്നാക്കിന് പകരം ചപ്പാത്തിയും പൊറോട്ടയായതുകൊണ്ട് വലിയ വിശപ്പൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാൽ മതി. ഒരുപാട് വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ സ്നാക്കൊക്കെ എല്ലാവരും കയ്യിൽ കരുതിയിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ആകുമ്പം മതിയാവുമെന്ന് കരുതി. പക്ഷേ കുട്ടികളെല്ലാവരും ടയേർഡായിരുന്നു ഏകദേശം എല്ലാറ്റിലും കയറിയിട്ട്. ഇനി ബസ് കയറി എല്ലാവരും ഉറക്കമൊക്കെ ആയിരിക്കും.
അപ്പോൾ ഇപ്രാവശ്യത്തെ ടൂർ അടിപൊളിയായി എന്ന് അവർ പറഞ്ഞു കേട്ടോ. കുട്ടികളുടെ അഭിപ്രായം നമ്മൾ അറിയണമല്ലോ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തേനെയും കാട്ടിയും ഇപ്രാവശ്യത്തെ ടൂറായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞു. അപ്പോൾ പേരൻസിനും എല്ലാവർക്കും ഇഷ്ടമായി, നമുക്കും ഇഷ്ടമായി കേട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ടൂർ പോയൊരു പ്രതീതി തന്നെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ വിശേഷം ഇങ്ങനെയൊക്കെയായി. അപ്പോൾ നല്ല രീതിയിലൊരു ടൂറൊക്കെ പോയി വന്ന സന്തോഷത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അതുവരെ താങ്ക് യു.